ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ബാലേന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവാണേ. പിന്നെ രാത്രി സമയത്ത് വൈജയന്തി കമലനെ വിളിക്കുകയാണ് കേട്ടോ. കമലനോട് കാര്യങ്ങളൊക്കെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണ്ടേ. ആ കൂട്ടത്തിൽ കമല അമ്മയുടെ കാര്യം ചോദിക്കുമ്പോൾ അമ്മയുടെ സുഖവാസമൊക്കെ ഇവിടുത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അമ്മയ്ക്ക് ഇവിടെ സുഖം കൂടിപ്പോയി, അവളില്ലെങ്കിൽ പറ്റൂല എന്നായി അമ്മയ്ക്ക്. അവിടെ മതി ഏത് നേരം നോക്കിയാലും. എന്തായാലും അത് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്തായാലും അമ്മനെ നോക്കാനെന്നുള്ള പേരിലല്ലേ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അമ്മനെ ഞാൻ കൊല്ലപ്പള്ളി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം തീർന്നില്ലെന്ന് കേൾക്കുമ്പോൾ കമല ആകെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. പിന്നെ കമല നോക്കണ്ടേ മുത്തശ്ശിനെ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഗോവർദ്ധൻ വരികയാണ് കേട്ടോ. അപ്പോൾ ഗോവർദ്ധനോട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അലീനനെ ബാലേട്ടൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ വൈജയന്തി. പക്ഷേ ബാലേന്ദ്രൻ കുലുങ്ങുന്നില്ല കേട്ടോ. കാരണം ബാലേന്ദ്രൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വൈജയന്തിനെ തറ പറ്റിക്കണം, അല്ലെങ്കിൽ വൈജയന്തിനെ ഇങ്ങനെ വട്ടം കറക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അലീനനോട് വഴക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഈ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് അലീനനെ നിയമിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ വൈജയന്തിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും മുത്തശ്ശീനെ കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോകണമെങ്കിൽ പുതിയ ഹോം നേഴ്സുമായിട്ടായിരിക്കും വരാം. പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് പറയാണ്, മേഡം വഴക്കിട്ട് പോയി. ആരോട് വഴക്കിട്ട്? ഗോവർദ്ധനങ്ങളോടാണ് വഴക്കിട്ട് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട് അലീന. ഇത്രയാണ് ഇന്നത്തെ പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.